എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മെയ് 22-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അതിൽ നിന്നുള്ള മാർക്ക് നമ്മളുടെ റാങ്കിൽ വളരെ നിർണായകമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് പഠിക്കാനായി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം: വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ജപ്പാനിലെ ഇക്കിഗായ് മാതൃകയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം: കേരളം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. അതുപോലെ തന്നെ അത് ജപ്പാനിലെ ഇക്കിഗായ് മാതൃകയിൽ ആണ് ആദ്യമായി വയോജന വകുപ്പ്. അപ്പോൾ ആ മാതൃക ഏതാണെന്ന് കൂടി ആലോചിക്കുക. ഇക്കിഗായ്, ജപ്പാനിലെ ഇക്കിഗായ് മാതൃകയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം: കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും 2026 മെയ്യിൽ രാജിവെച്ചത് ആരാണ്? ഉത്തരം: VP സാനു. നമുക്കറിയാം, ഇപ്പോൾ ഈ 2026 മെയ് വരെ VP സാനു ആയിരുന്നു കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. അദ്ദേഹം ആ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അടുത്തൊരു നിയമനം ഉണ്ടാകും. അപ്പോൾ 2026 മെയ്യിൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ച ആളാണ് VP സാനു. അടുത്ത ചോദ്യം: കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ KM ചന്ദ്രശേഖർ. നമുക്കറിയാം, കേരള നിയമസഭ ഇലക്ഷന് ശേഷം പുതിയ മന്ത്രിസഭ നിലവിൽ വരികയും നമ്മളുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെയാണ് ധനകാര്യമന്ത്രി. അദ്ദേഹം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ KM ചന്ദ്രശേഖർ. ഈ പ്രാവശ്യത്തെ ബജറ്റിന് മുന്നായി ധവളപത്രം ഇറക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അപ്പം അതിനായി രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ KM ചന്ദ്രശേഖർ. അടുത്ത ചോദ്യം: തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായ വർധനവ് തടയുന്നതിനായി സുപ്രീം കോടതിയും സർക്കാരും നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള പദ്ധതി? ABC എന്ന ആനിമൽ ബർത്ത് കൺട്രോൾ. സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. നമ്മളെ ആക്രമണം നടത്തുന്ന നായ്ക്കളെ കൊല്ലുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അവയുടെ വധിക്കുന്നതിൽ, അല്ലെങ്കിൽ അവരെ ദയാവധം തെറ്റില്ല എന്നുള്ള വിധി വന്നിരിക്കുകയാണ്. അപ്പോൾ തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായ വർധനവ് തടയുന്നതിനായി സുപ്രീം കോടതിയും സർക്കാരും നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച പദ്ധതിയാണ് ABC എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോൾ. അടുത്ത ചോദ്യം: മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് ആര്? ഉത്തരം: KV മോഹൻകുമാർ. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹനായത് KV മോഹൻകുമാർ. അദ്ദേഹത്തിൻ്റെ ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന നോവലിനാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ പുരസ്കാരം. അതായത് 2026 നൽകപ്പെടുന്നത് മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ പുരസ്കാരമാണ്. അതിന് അർഹനായത് KV മോഹൻകുമാർ. അദ്ദേഹത്തിൻ്റെ ഉല, നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം: 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിൻ്റെ രചയിതാവ്? ഉത്തരം: യാങ് ഷുവാങ് സ്തി. നമുക്കറിയാം, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രാദേശിക ഭാഷകളിൽ രചിച്ച നോവലുകളോ മറ്റു കൃതികളോ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അവ അയർലൻഡിലോ ബ്രിട്ടനിലോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്ന പുസ്തകങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അതിന് ഇപ്രാവശ്യം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ നോവലാണ് തായ്വാൻ ട്രാവലോഗ്.
ആരുടെ കൃതിയാണത്? ആരുടെ നോവലാണ് എന്ന് വെച്ചാൽ യാങ് ഷുവാങ്സി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കൃത്യമായി ശ്രദ്ധിക്കണം. 2026 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ നോവൽ തായ്വാൻ ട്രാവലോഗ്. ആരാണത് രചിച്ചത്? യാങ് ഷുവാങ്സി. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ഭാനു മുഷ്താഖാണ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത്. അടുത്ത ചോദ്യം, 16ാമത് കേരള നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കർ ആയി ചുമതലയേറ്റത് ആര്? ഉത്തരം ജി സുധാകരൻ. ജി സുധാകരനാണ് 16ാമത് കേരള നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കറായി ചുമതലയേറ്റത്. നമുക്കറിയാം പ്രോ ടൈം സ്പീക്കർ എന്ന് പറയുന്നത് നിയമസഭയിലെ MLAമാർ സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ട വ്യക്തി, അല്ലെങ്കിൽ അവരുടെ സത്യപ്രതിജ്ഞ ഈ പ്രോ ടൈം സ്പീക്കറുടെ മുമ്പിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോ ടൈം സ്പീക്കർ ചുമതലയേൽക്കുന്നത് ഗവർണറുടെ മുമ്പിലാണ്. ഗവർണറുടെ മുമ്പിൽ ചുമതലയേറ്റ വ്യക്തി ബാക്കിയുള്ള 139 MLAമാരും അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയി ചുമതലയേൽക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ 16ാമത് കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി ജി സുധാകരൻ. അടുത്ത ചോദ്യം, ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം? ഉത്തരം വൈഭവ് സൂര്യവംശി. നമുക്കറിയാം ഏറ്റവും ചെറുപ്പമായ 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശിയാണ് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അത് കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മാർക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ PSC പരീക്ഷകളിൽ റാങ്ക് നിശ്ചയിക്കുന്ന മാർക്കുകളാണ് കറണ്ട് അഫയേഴ്സിലെ മാർക്കുകൾ. അത് പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിച്ച മറ്റു ടോപ്പിക്കുകളെ പോലെ മാറ്റി നിർത്താതെ എല്ലാ ദിവസവും കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായുള്ള മാർക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.